കോവിഡ് കാല പി കിറ്റ് ഇടപാടിൽ വൻ ക്രമക്കേട് CAG. സർക്കാരിനുണ്ടായത് 10.23 കോടി രൂപയുടെ അധിക ബാധ്യത. പൊതുവിപണിയേക്കാൾ 3 ഇരട്ടി കൂടുതൽ പണം നൽകി. 300 ഇരട്ടി കൂടുതൽ പണം നൽകി. 2 ദിവസം കൊണ്ട് 1000 രൂപയുടെ വർധനവെന്നും കുറഞ്ഞ വില ക്വാഡ് ചെയ്ത കമ്പനിയെ തഴഞ്ഞുവെന്നും കണ്ടെത്തൽ. വിശദാംശങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഈ കോവിഡ് കാലത്തെ പി കിറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് തന്നെയാണോ CAG അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്? അങ്ങനെ തന്നെ പറയേണ്ടി വരും KP. കാരണം നേരത്തെ ഈ വിവാദങ്ങളൊക്കെ ഉയർന്ന സമയത്ത് വലിയ പ്രതിരോധം തീർത്ത സർക്കാരിന്റെ എല്ലാ വാദങ്ങളെയും പൊളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ CAG റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കൃത്യമായി പറയുന്നു, ഈ കോവിഡ് കാല PPE കിറ്റ് പർച്ചേസിലൂടെ കുറഞ്ഞ തുകയ്ക്ക് കിറ്റ് ലഭ്യമായിരിക്കുമെന്നിട്ടും കൂടുതൽ തുകയ്ക്ക് കിറ്റ് വാങ്ങിക്കാനുള്ള നീക്കത്തിലൂടെ സർക്കാരിന് ഏതാണ്ട് 10.23 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടായി എന്നുള്ളതാണ് സർക്കാർ CAG വ്യക്തമാക്കുന്നത്. പൊതുവിപണിയേക്കാൾ 300 ഇരട്ടി കൂടുതൽ പണം നൽകിയാണ് ഇത്തരത്തിൽ PPE കിറ്റ് വാങ്ങുന്നതെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. 2020 മാർച്ച് 28-ന് 550 രൂപയ്ക്ക് വാങ്ങിയ PPE കിറ്റിന് മാർച്ച് 30 ആകുമ്പോഴേക്കും, അതായത് 2 ദിവസം കഴിയുമ്പോഴേക്കും 1550 രൂപ ചിലവിൽ മറ്റൊരു കമ്പനിയിൽ നിന്നും കിറ്റ് വാങ്ങുകയാണ് സർക്കാർ ചെയ്തത്. ഇതിനൊപ്പം തന്നെയാണ് പൊതുവിപണിയിലുള്ളതിനേക്കാൾ 300 ഇരട്ടി കൂടുതൽ പണം നൽകിയെന്നുള്ള കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ഈ മാർച്ച് 30-ന് 1550 രൂപയ്ക്ക് കിറ്റ് വാങ്ങുന്ന സാൻഫാർമ എന്ന കമ്പനിക്ക് മുഴുവൻ പണവും മുൻകൂറായി നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുറഞ്ഞ തുകയ്ക്ക് കിറ്റ് ഓഫർ ചെയ്ത കമ്പനികളെ തഴഞ്ഞിട്ടാണ് സർക്കാർ ഈ രീതിയിൽ കൂടുതൽ തുകയ്ക്ക് കിറ്റ് ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് പോയത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വിവിധ കമ്പനികൾ, അതായത് കുറഞ്ഞ തുകയ്ക്ക് ഇപ്പോൾ മെസ്സേഴ്സ് കിറ്റ് ഗാർമെന്റ്, BNS ലിമിറ്റഡ് തുടങ്ങിയിട്ടുള്ള കമ്പനികളൊക്കെ അതിലും കുറഞ്ഞ നിരക്കിൽ കിറ്റ് ഓഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് വാങ്ങാതെയാണ് സർക്കാർ ഈ രീതിയിൽ മറ്റൊരു കമ്പനിയിൽ നിന്ന്, മെസ്സേഴ്സ് സാൻഫാർമയിൽ നിന്ന് 1550 രൂപയ്ക്ക് 15,000-ഓളം കിറ്റുകൾ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടെ 2.33 കോടിയാണ് ഇതിന് ചെലവ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്, നേരത്തെ ഈ വിഷയം ചർച്ചയായ സമയത്ത്, പ്രത്യേകിച്ച് 2028 മാർച്ച് 28-ന് മെസ്സേഴ്സ് അനിത ടെക്സ്കോട്ട് എന്ന് പറയുന്ന കമ്പനി 545 രൂപയ്ക്ക് അല്ലെങ്കിൽ 550 രൂപയ്ക്ക് PPE കിറ്റുകൾ വിതരണം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. അന്ന് ഈ സർക്കാർ നിശ്ചയിച്ച യൂണിറ്റ് നിരക്ക് എന്ന് പറഞ്ഞാൽ 545 ആയിരുന്നു. അതിൽ അടുത്ത് നിൽക്കുന്ന 550 രൂപയ്ക്കാണ്, നേരത്തെ പറഞ്ഞതിൽ ചെറിയ തെറ്റുണ്ട്, 550 രൂപയ്ക്കാണ് ഈ കമ്പനി മെസ്സേജ് അനിത ടെക്സ്റ്റോട്ട് PPE കിറ്റുകൾ വിതരണം ചെയ്യാൻ വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ഈ സ്ഥാപനത്തിൽ നിന്ന് 20,000 PPE കിറ്റുകൾ വാങ്ങുമെന്ന് KMCC ഓഫർ ചെയ്തിരുന്നു. പക്ഷേ 10,000 എണ്ണം വാങ്ങുന്നതിന് മാത്രമേ പർച്ചേസ് ഓർഡറുകൾ ഇഷ്യൂ ചെയ്തിരുന്നുള്ളൂ. അത് 28 മാർച്ച് 2020-ന്. അതേസമയം പിന്നീട് ഈ പറയുന്ന രീതിയിൽ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഈ വിവാദമായിരിക്കുന്ന വിഷയമുള്ള 1,500 രൂപയ്ക്ക് PPE കിറ്റ്, 1,550 രൂപയ്ക്ക് PPE കിറ്റ് ഓഫർ ചെയ്യുന്ന മെസ്സേഴ്സ് സാൻഫാർമയിൽ നിന്ന് സർക്കാർ കിറ്റ് വാങ്ങുന്നു. അതിനായി ഏതാണ്ട് 3ഓളം കമ്പനികൾ ഈ മെസ്സേഴ്സ് സാൻഫാർമ ഓഫർ ചെയ്ത 1,550 രൂപയിൽ നിന്ന് ഒരു കിറ്റ് എന്നുള്ള നിരക്കിലും കുറഞ്ഞ ഓഫറുകൾ അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതിലിപ്പോൾ ഈ മെസ്സേഴ്സ് കിറ്റക്സ് ഗാർമെന്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി 830 800 രൂപയുടെയും ഒക്കെ ഓഫർ അതിൽ നിന്ന് കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിലും പിന്നീട് 1,550 രൂപയ്ക്ക് എന്തിന് കിറ്റ് വാങ്ങി എന്നുള്ളൊരു ചോദ്യമാണ് ഇതിൽ പ്രധാനമായും CAG ഉറപ്പുവരുത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് നിയമവിരുദ്ധമായി സാൻഫാർമയ്ക്ക് 100% അഡ്വാൻസ് നൽകിയെന്ന പ്രതിപക്ഷ ആരോപണവും റിപ്പോർട്ട്, CAGയുടെ റിപ്പോർട്ട് ശരിവെക്കുന്നുണ്ട്. അന്ന് ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങളൊക്കെ വന്ന സമയത്ത് ഈ കോവിഡ് പ്രതിരോധത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന സർക്കാരിനെതിരെ ആരോപണം ഉയർത്തിയ എല്ലാ രാഷ്ട്രീയ നേട്ടം കൊയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള പ്രതിരോധമായിരുന്നു അന്ന് സർക്കാർ ഉയർത്തിയത്. പക്ഷേ അന്ന് പ്രതിപക്ഷത്ത് നിൽക്കുന്ന BJP അടക്കമുള്ള, കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ കൃത്യമായി ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നതാണ് ഈ CAG റിപ്പോർട്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. സർക്കാരിന്റെ വീഴ്ച അത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. 3 ഇരട്ടി വരെ അധിക തുക നൽകിക്കൊണ്ട് PPE കിറ്റ് വാങ്ങുന്നതിലേക്ക് സർക്കാർ പോയി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഇന്ന് പുറത്തു വന്ന CAG റിപ്പോർട്ടിൽ ഏതാണ്ട് 2016 മുതൽ 2022 വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും എടുത്ത് കാണിക്കുന്നുണ്ട് എന്ന് അത് പറയേണ്ടി വരും. നമ്മൾ ആ റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജനൻജീവി പുറത്തുവിടുന്ന പല വാർത്തകളും, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമമുള്ള
വിഷയം ചിരഞ്ജീവി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഗുണനിലവാര പരിശോധന നടക്കാത്തതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പുറത്തുവിട്ടിരുന്നു. അന്ന് ഈ പറയുന്ന 2016 മുതൽ 21 വരെയുള്ള ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും എല്ലാം കൃത്യമായി ഈ രീതിയിലുള്ള വീഴ്ചകൾ വ്യാപകമായി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് CAG റിപ്പോർട്ട്. അന്ന് സംസ്ഥാനത്തെ ആരോഗ്യരംഗം വളരെ മഹത്തരമാണെന്ന് സർക്കാർ പറയുമ്പോഴും ഗുണനിലവാരമില്ലാത്ത പൊതുജന ആരോഗ്യ മേഖല എന്ന് CAG റിപ്പോർട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. KP തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.